പിന്നെ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതുപോലത്തെ വാഴയുടെ പോളകൾ വെച്ചിട്ടൊരു ക്രാഫ്റ്റ് ഐറ്റമാണ്. ഇത് നമ്മുടെ കുലയ്ക്കുന്നതിനൊക്കെ മുമ്പുള്ള വാഴയ്ക്ക് ഏകദേശം ഇങ്ങനത്തേക്കൊരു പോള എന്തായാലും കിട്ടും. കുറച്ച് ഫ്ലാറ്റായിട്ടുള്ള പോളയാണ് വേണ്ടത്, നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ടാവണം. അപ്പോൾ ഈ പോളേനെ നമ്മളെന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് ചെറിയ ചെറിയ പീസുകളായിട്ട് മുറിക്കുക. ഇങ്ങനെ സ്ക്വയറിൽ റെക്റ്റാങ്കിൾ പോലെ ഇങ്ങനെ മുറിച്ചെടുക്കുക. പിന്നെ അത് നമ്മുടെ ആവശ്യത്തിനനുസരിച്ചിട്ട് ഇപ്പം ഞാനൊരു ഫ്ലവർ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഫ്ലവറിന് അതിൻ്റെ പെറ്റൽ എത്രത്തോളം വലിയത് വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരളവിൽ മുറിച്ചെടുക്കുക. ഇനി മുറിച്ച് കഴിഞ്ഞിട്ട് ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ വെർട്ടിക്കൽ രീതിയിലുള്ള വരകൾ വരുന്ന പോലെ ആയിരിക്കണം നമ്മളെപ്പോഴും ഇതിൻ്റെ ലീഫ് വെട്ടിയെടുക്കേണ്ടത്. അപ്പോൾ നമ്മളിങ്ങനെ സ്ക്വയറായിട്ട് വെട്ടിയെടുത്തു. എന്നിട്ട് ഇതിലാണ് നമ്മൾ പെറ്റൽ വെട്ടിയെടുക്കുന്നത്. അപ്പോൾ പെറ്റൽ വെട്ടിയെടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരിക്കലും നമ്മൾ ഇങ്ങനെ വെച്ചിട്ട് പെറ്റൽ വെട്ടരുത്. വെർട്ടിക്കൽ വരുന്ന രീതിയിൽ വെട്ടണം. അതെന്തിനാണെന്ന് ഞാൻ പറഞ്ഞു തരാം. ഇപ്പം ഞാൻ ഈ പെറ്റൽ വെട്ടിയെടുക്കുവാണ്. അങ്ങനെ പെറ്റൽ കണക്കിത് വെട്ടിയെടുത്തു. ഇനി അടുത്തത് നമ്മൾ ചെയ്യേണ്ടത്, ഫ്ലവർ ഉണ്ടാക്കുന്നതിന് മുന്നേ ജസ്റ്റ് ഇങ്ങനെ ഒരു പാട്ട് എടുക്കുക. ഇഷ്ടംപോലെ വേസ്റ്റ് പാട്ട് ഇതിൻ്റെ ഉള്ളിൽ നിന്നുണ്ടാവും. ഇങ്ങനെ ഒരു സ്ക്വയർ ഷേപ്പിൽ വെട്ടിയെടുക്കുക. എന്നിട്ട് ഇതിനെ ഒന്ന് റോൾ ചെയ്യാം. ഇതിപ്പോൾ നമ്മളിങ്ങനെ റോൾ ചെയ്തെടുക്കുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആന്തറായിട്ട് അതിൻ്റെ ഉള്ളിൽ വയ്ക്കാൻ വേണ്ടിയിട്ടും, പിന്നെ ഫ്ലവറിൻ്റെ പെറ്റൽ നമുക്ക് പെട്ടെന്ന് ഇതിൽ ഇങ്ങനെ ചുറ്റും വൈൻഡ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടുമാണ്. എന്നിട്ട് ഇങ്ങനെ എടുത്ത ശേഷം നമ്മൾ ആദ്യം ഒരു പെറ്റൽ വയ്ക്കുക, ചുറ്റിയെടുക്കുക. പിന്നെ ഇങ്ങനെ എടുത്തു കഴിഞ്ഞിട്ട് അപ്പോൾ തന്നെ നമ്മൾ എന്ത് ചെയ്യണം, ഞാനിപ്പോൾ ഇവിടെ നൂല് ഉപയോഗിക്കുന്നത്, നൂല് ഉപയോഗിച്ചാലും മതിയാവും. നൂല് വെച്ചിട്ടൊന്ന് നന്നായിട്ടൊന്ന് കെട്ടി കൊടുക്കുക. ദെൻ അടുത്ത പെറ്റൽ വയ്ക്കുക, അടുത്ത പെറ്റലും നന്നായിട്ട് കെട്ടി കൊടുക്കുക. ദെൻ അടുത്ത പെറ്റൽ വയ്ക്കുക, അടുത്ത പെറ്റൽ വയ്ക്കുക. ശേഷം നന്നായിട്ട് ഒന്ന് കെട്ടിക്കൊടുക്കുക. നമ്മളെന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ പതിയെ ലീഫുകൾ പുറത്തേക്ക് ഇങ്ങനെയൊന്ന് തള്ളി കൊടുക്കുക. പതിയെ വേണം കൊടുക്കാനായിട്ട്, അല്ലെങ്കിൽ പൊട്ടിപ്പോവും. നമ്മൾ കുറച്ചുകൂടി പെറ്റൽ അധികം വയ്ക്കുവാണെങ്കിൽ കുറച്ചുകൂടി ഭംഗിയുണ്ടാവും. അങ്ങനെ നമ്മൾ ഫ്ലവർ ഉണ്ടാക്കി. അങ്ങനെ വാഴയുടെ പോള വെച്ചിട്ട് നമ്മൾ ഇത്രയും ഫ്ലവേഴ്സ് ഉണ്ടാക്കി. ഇത് നമുക്ക് വലിയൊരു ഫ്ലവർ വേസ് പോലെ ഒന്നും ഉണ്ടാക്കിയിട്ട് വെക്കാൻ പറ്റില്ല. ഇനിയിപ്പോൾ അടിയിൽ വേറെ കമ്പിയൊക്കെ കൊടുത്തിട്ട് നമ്മുടെ ഗ്രീൻ കളറുള്ള ടേപ്പൊക്കെ ചുറ്റുവാണെങ്കിൽ അത്യാവശ്യം ഭംഗി ഉണ്ടാവും. പക്ഷെ ഞാൻ അങ്ങനെ ചെയ്യാനല്ല ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതാണ് എൻഡിൽ നമുക്ക് കിട്ടിയ കുറച്ച് ഫ്ലവേഴ്സ്. ഇനി ഇതെങ്ങനെ അറേഞ്ച് ചെയ്യാമെന്ന് നോക്കാം. അങ്ങനെ പൂവെല്ലാം സെറ്റ് ചെയ്തു. അവസാനമായിട്ട് ഞാൻ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ചിരട്ട കട്ട് ചെയ്തിട്ട് വേറൊരു ചിരട്ട അതിൻ്റെ മുകളിൽ വെച്ചു. എന്നിട്ട് ഫ്ലവേഴ്സ് എല്ലാം അതിൻ്റെ ഉള്ളിൽ അറേഞ്ച് ചെയ്തു. പിന്നെ ഈ ലീവ്സ് പോലെ ബാംബുവിൻ്റെ നമ്മുടെ ഈ ഓരോ നോഡിലും ചെറിയൊരു ഫ്ലാപ്പ് പോലെ ഉണ്ടാവും. ആ ഫ്ലാപ്പ് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ട് അത് ലീഫിൻ്റെ ഷേപ്പിൽ വെട്ടിയിട്ട് ഞാൻ വയ്ക്കുകയും ചെയ്തു. ഇതാണ്